നമസ്കാരം. അറിവിന്റെ ലോകത്തിലേക്ക് എക്സാം മീഡിയയിലേക്ക് സ്വാഗതം. തുടർച്ചയായ PSC ക്ലാസുകൾ ലഭിക്കാൻ ചാനൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ അധ്യായത്തിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുൻഭാഗങ്ങൾ കാണാത്തവർ തീർച്ചയായും കാണുക. മുൻഭാഗങ്ങളുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ നിലവിൽ വന്നത് 1956 തലസ്ഥാനം പോർട്ട് ബ്ലെയർ ആണ്. ഔദ്യോഗിക പക്ഷി ആൻഡമാൻ വുഡ് പീജിയൻ ആണ്. ഔദ്യോഗിക മൃഗം ഡുഗോങ് ആണ്. ഔദ്യോഗിക ഭാഷ ഹിന്ദിയാണ്. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഏറ്റവും വലുതും എന്നാൽ ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞതുമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ഓർത്തുവെക്കുക, കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഏറ്റവും വലുത് ആൻഡമാൻ നിക്കോബാർ ദ്വീപാണ്. എന്നാൽ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞതും ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ തന്നെയാണ്. ഇന്ത്യൻ യൂണിയന്റെ തെക്കേ അറ്റമായ ഇന്ദിരാ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത് ഗ്രേറ്റ് നിക്കോബറിലാണ്. ഓർത്തുവെക്കുക, ഇന്ത്യൻ യൂണിയന്റെ തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ് ആണ്. ഇന്ദിരാ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത് ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിലാണ്. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായ ബാരൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപിലാണ്. ഇന്ത്യയിൽ സ്വതന്ത്രജ്യോതി തെളിച്ചിരിക്കുന്നത് ആൻഡമാനിലാണ്. ഓർത്തുവെക്കുക, ഇന്ത്യയിൽ സ്വതന്ത്രജ്യോതി തെളിച്ചിരിക്കുന്നത് ആൻഡമാൻ ദ്വീപ് സമൂഹത്തിലാണ്. ബംഗാൾ ഉൾക്കടലിൽ 572 ചെറുദ്വീപുകൾ ചേർന്നതാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ്. ഇതിൽ 38 എണ്ണത്തിൽ മാത്രമേ ജനവാസമുള്ളൂ. തലസ്ഥാനമായ പോർട്ട് ബ്ലെയർ സ്ഥിതി ചെയ്യുന്നത് സൗത്ത് ആൻഡമാൻ ദ്വീപിലാണ്. പശ്ചിമബംഗാൾ സംസ്ഥാനം കൂടാതെ കൽക്കട്ട ഹൈക്കോടതിയുടെ അധികാര പരിധിയിൽ വരുന്ന സ്ഥലം കൂടിയാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ്. ഏറ്റവും കൂടുതൽ വിസ്തീർണത്തിൽ വനപ്രദേശമുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ്. ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ള വനപ്രദേശമുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ്. 1896 ബ്രിട്ടീഷുകാർ പണികഴിപ്പിച്ച സെല്ലുലാർ ജയിൽ ആൻഡമാനിലാണ്. കാലാപാനി എന്നും കുപ്രസിദ്ധിയുള്ള ജയിലാണ് സെല്ലുലാർ ജയിൽ. മലയാളത്തിൽ പ്രശസ്തമായ കാലാപാനി സിനിമ ഷൂട്ട് ചെയ്തത് ഈ ജയിലിൽ വെച്ചാണ്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാന്റെ കൈകളിലായിരുന്നു ഈ ദ്വീപ്. മരതക ദ്വീപുകൾ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഭരണഘടകമാണ് ഈ ദ്വീപുകൾ. ഭൂമിശാസ്ത്രപരമായി ദക്ഷിണേന്ത്യയുടെ ഭാഗമല്ലാത്തതും തെക്ക് കിഴക്കൻ ഏഷ്യയുടെ ഭാഗമായതുമായ ഭരണഘടകമാണിത്. ആൻഡമാനിലെ നിർജീവ അഗ്നിപർവ്വതമാണ് നാർക്കോണ്ടം. നാർക്കോണ്ടമാണ് ആൻഡമാനിലെ നിർജീവ അഗ്നിപർവ്വതം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള കേന്ദ്രഭരണ പ്രദേശവും ആൻഡമാൻ തന്നെയാണ്. ശിശുക്കളിലെ സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ആൻഡമാൻ. നോർത്ത് ആൻഡമാനിലെ സാഡിൽ കൊടുമുടിയാണ് ഏറ്റവും ഉയരം കൂടിയ ഭാഗം. വീർ സവർക്കർ വിമാനത്താവളം പോർട്ട് ബ്ലെയറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഫിഷറീസ് മ്യൂസിയം, ആന്ത്രോപോളജിക്കൽ മ്യൂസിയം, മൗണ്ട് ഹാരിയറ്റ് എന്നിവ സ്ഥിതി ചെയ്യുന്നതും പോർട്ട് ബ്ലെയറിൽ തന്നെയാണ്. മഹാത്മാഗാന്ധി മറൈൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നതും ആൻഡമാനിൽ തന്നെയാണ്. മ്യാൻമാറിലെ അരക്കൻയോമ മലനിരകളുടെ തുടർച്ചയായ ഇന്ത്യൻ പ്രദേശം കൂടിയാണ് ആൻഡമാൻ. റോസ് ഐലൻഡ് സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് ആൻഡമാൻ. ആൻഡമാനെയും നിക്കോബറിനെയും വേർതിരിക്കുന്നത് 10 ഡിഗ്രി ചാനലാണ്. തെക്കൻ ആൻഡമാനെയും ലിറ്റിൽ ആൻഡമാനെയും വേർതിരിക്കുന്നത് ഡെങ്കൻ പാസേജ് ആണ്. ഗ്രേറ്റ് നിക്കോബർ ബയോസ്ഫിയർ റിസർവ് സ്ഥിതി ചെയ്യുന്നതും ആൻഡമാനിൽ തന്നെയാണ്. ഇന്ത്യയുടെ 13ാമത്തെ മേജർ തുറമുഖമായ പോർട്ട് ബ്ലെയർ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ആൻഡമാനിലാണ്. ആൻഡമാൻ ദ്വീപിലെ വലിയ ദ്വീപാണ് മിഡിൽ ആൻഡമാൻ. നിക്കോബർ ദ്വീപിലെ വലിയ ദ്വീപ് ഗ്രേറ്റ് നിക്കോബറുമാണ്. യുനെസ്കോയുടെ മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാമിൽ ഉൾപ്പെട്ട ഇന്ത്യൻ പ്രദേശമാണ് ഗ്രേറ്റ് നിക്കോബാർ. ഓർത്തുവെക്കുക, ഗ്രേറ്റ് നിക്കോബർ എന്ന ഇന്ത്യൻ പ്രദേശമാണ് യുനെസ്കോയുടെ മാൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാമിൽ ഉൾപ്പെട്ട ഇന്ത്യൻ പ്രദേശം. ആൻഡമാന് തൊട്ടടുത്തുള്ള രാജ്യം മ്യാൻമാറും നിക്കോബറിന് തൊട്ടടുത്തുള്ള രാജ്യം ഇന്തോനേഷ്യയുമാണ്. ഓർത്തുവെക്കുക, ആൻഡമാന് തൊട്ടടുത്തുള്ള രാജ്യം മ്യാൻമാറും നിക്കോബറിന് തൊട്ടടുത്തുള്ള രാജ്യം ഇന്തോനേഷ്യയുമാണ്. ആൻഡമാൻ നിക്കോബർ ദ്വീപുകളെ ഷഹീദ് എന്നും സ്വരാജ് ദ്വീപ് എന്നും വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസാണ്. ഇന്ത്യൻ ഗവൺമെന്റ് ആൻഡമാനെ ആദിവാസി സംരക്ഷണ മേഖലയായി പ്രഖ്യാപിച്ച വർഷം 1957. ഓർത്തുവെക്കുക, 1957 ഇന്ത്യ ഗവൺമെന്റ് ആൻഡമാനെ ആദിവാസി സംരക്ഷിത മേഖലയായി പ്രഖ്യാപിച്ചത്. ആൻഡമാനിൽ വെച്ച് മയോക് പ്രഭുവിനെ വധിച്ച വ്യക്തിയാണ് ഷേർ അലി. ആൻഡമാനിൽ നിന്നും അന്യം നിന്നുപോയ ജനതയാണ് ജംഗളി. വന്യജീവി സങ്കേതങ്ങൾ ലാൻഡ്ഫാൾ ഐലൻഡ് വന്യജീവി സങ്കേതം, സ്പൈക്ക് ഐലൻഡ് വന്യജീവി സങ്കേതം, ഇന്റർവ്യൂ ഐലൻഡ് വന്യജീവി സങ്കേതം എന്നിവയാണ്. പ്രശസ്ത ദേശീയോദ്യാനങ്ങൾ
മഹാത്മാഗാന്ധി മറൈൻ നാഷണൽ പാർക്ക്, റാണി ഝാൻസി മറൈൻ നാഷണൽ പാർക്ക്, മൗണ്ട് ഹാരിയറ്റ് നാഷണൽ പാർക്ക്, സൗത്ത് ബട്ടൺ ഐലൻഡ് നാഷണൽ പാർക്ക്, നോർത്ത് ബട്ടൺ ഐലൻഡ് പാർക്ക് എന്നിവയാണ്. ആൻഡമാൻ നിക്കോബർ ദ്വീപുകളിലെ സുനാമിയെ തുടർന്ന് ഇന്ത്യൻ സേന നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ സീ വേവ്സ്. ഓപ്പറേഷൻ സീ വേവ്സ് ആണ് ആൻഡമാൻ നിക്കോബർ ദ്വീപുകളിൽ സുനാമിയെ തുടർന്ന് ഇന്ത്യൻ സേന നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെ പേര്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടണും സബ്സ്ക്രൈബ് ബട്ടണും അമർത്തുക. തുടർന്നുള്ള ക്ലാസ്സുകൾ അടുത്ത വീഡിയോയിൽ ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. തുടർന്നുള്ള വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് താഴെയുള്ള ബെൽ ബട്ടൺ അമർത്തുക. താങ്ക് യു.